back to Basma's Infotainments. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് എറണാകുളത്ത് പോയി തിരിച്ചു വരാം. അതുമാത്രമല്ല നമ്മുടെ കുസാറ്റിലെ ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ടുമാണ്. ഹോസ്റ്റൽ എങ്ങനെ കിട്ടാം, എന്തൊക്കെ ബേസിസിലാണ് നമുക്ക് ഹോസ്റ്റൽ കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിതിനകത്ത് അതിന് പോയ വീഡിയോസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അല്ല, 2 ദിവസം മുന്നാണ് ഞാൻ പോയി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്തത്. അന്ന് രാവിലെ ഞാൻ 7:10 ഇവിടുന്ന് വാണിയമ്പലം, എൻ്റെ അടുത്തുള്ള നിയർ ബൈ സ്റ്റേഷൻ എന്ന് പറയുന്നത് വാണിയമ്പലമാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിന് എറണാകുളത്തേക്ക് ആകെ 2 ട്രെയിനേ ഉള്ളൂ. ഒന്ന് 3 മണിക്കും 3:20 ആയിട്ട് ഒരു ട്രെയിനും, പിന്നെ അതുപോലെ രാത്രി രാജ്യറാണിയാണ് ഉള്ളത്. പക്ഷെ അതിന് ഞാൻ പോകാറില്ല. അത് കാരണം രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു രാത്രി 1 മണിക്കോ 2 മണിക്കോ വേണ്ടാണ് എറണാകുളത്ത് ഇറങ്ങുന്നത്. നമുക്ക് ഹോസ്റ്റലിൽ പോകാൻ അങ്ങനത്തേനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഇതുവരെ അതിനെ ട്രാവൽ ചെയ്തിട്ടില്ല. 3 മണിക്കത്തെ ട്രെയിനാണ് ഞാൻ സ്ഥിരം പോകാറ്. വീട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മിക്കവാറും പോകാറ് ആ ഒരു ട്രെയിനിനാണ്. അപ്പം ഇങ്ങനെ പോകാൻ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറയുന്നുണ്ടാകും ഈ ഒരു വീഡിയോയിൽ. അപ്പം ഞാൻ ഈ ഒരു ദിവസം പോയത് രാവിലെ 7 മണിക്ക് 7:10 വാണിയമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നിലമ്പൂർ റോഡ് ഷൊർണൂർ ട്രെയിൻ ഉണ്ട്. സ്പെഷ്യൽ ട്രെയിൻ എന്നാണ് യൂഷ്വലി എന്ന് പറയാറ്. ആ ഒരു ട്രെയിൻ ഉണ്ട്. അത് ഏകദേശം 8:40 ഷൊർണൂർ ഇറങ്ങുക. പക്ഷെ നമ്മൾ 8:40 ഇറങ്ങും എന്നുള്ളത് ഉണ്ടെങ്കിലും 8:35 ആയപ്പോൾ അന്ന് ഇറങ്ങിയിട്ടുണ്ട്. 8:35 ആയപ്പോൾ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് നമുക്ക് 8:45 ആകുമ്പോഴത്തേന് ഒരു കണക്ഷൻ ട്രെയിൻ, അതായത് ആലപ്പുഴ എക്സ്പ്രസ്, കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മൾ അതിൽ പോയി കയറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ആലുവയിൽ പോയി ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു കുസാറ്റിലെത്താൻ വേണ്ടിയിട്ട് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാകും. നമുക്ക് എറണാകുളം ജില്ലയിൽ കുറേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ മേജർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ 3 ഒന്ന് ആലുവ, ഒന്ന് എറണാകുളം നോർത്ത്, ഒന്ന് എറണാകുളം സൗത്ത്. ഇനി എറണാകുളം നോർത്ത് സൗത്ത് എന്നുള്ളതിൽ ഞാനൊക്കെ പഠിച്ചിപ്പം എൻ്റെ കുറേ പേർക്ക് അറിയുന്നുണ്ടാകും. പക്ഷെ ഞാൻ ഫസ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം നമ്മൾ നോർത്ത് സൗത്ത് എന്ന് പറയുമെങ്കിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ എറണാകുളം ടൗണും എറണാകുളം ജംഗ്ഷനും, ഈ 3 ഇങ്ങനെ പറയാം, ടൗണ് ജംഗ്ഷൻ. അപ്പോൾ ഏതാണെന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അറിയുന്നവരുണ്ടാകും, പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അങ്ങനെയാണ് ഉള്ളത്. അപ്പം നമുക്ക് പോകുമ്പം ഞങ്ങൾ ആലുവയിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ഒരു 10 മിനിറ്റ്സ് ബസ്സിന് പോയി കഴിഞ്ഞാൽ, നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്താണ് നമ്മുടെ KSRTC സ്റ്റാൻഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ്സ് ബസ്സിന് പോയി കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആലുവയിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആലുവയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ അടുത്തല്ല, മെട്രോ സ്റ്റേഷന് കുറച്ച് പോകാണ്ട്. അപ്പം ഇനി നിങ്ങൾ മെട്രോയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, രണ്ടിടത്തും മെട്രോ അടുത്താണ്. അപ്പോൾ സൗത്തിൻ്റെ ഭയങ്കര അടുത്താണ്. നോർത്തിൽ നിന്ന് കുറച്ച് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ നടക്കാനുള്ളൂ. ആ ഒരു ദൂരത്തിൽ, വലിയ ദൂരമൊന്നുമില്ല, ഒരു 300 മീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ. നമ്മൾ ബാഗൊക്കെ എടുത്ത് നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നതായിരിക്കും. അവിടെ ഞാൻ ബോർഡ് കണ്ടിരുന്നു, മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. ആലുവയിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമ്മൾ ഏകദേശം ഒരു 50-60 റുപ്പീസൊക്കെ ഓട്ടോ കൊടുക്കാനുള്ളൊരു ദൂരമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങളെ ഫാമിലീനൊക്കെ കൂടി പോയപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിരുന്നു. കാരണം മെട്രോയിൽ കയറുക എന്നുള്ളൊരു ആഗ്രഹം ഒക്കെ കൂടെ കൊണ്ട്. കാരണം ഞാൻ കൂടുതൽ എറണാകുളം ചുറ്റാത്ത ഒരാളായിരുന്നു അന്ന് വരെ. ഇപ്പം ഏകദേശമൊക്കെ അത്യാവശ്യം ചുറ്റുന്നുണ്ട്, അധികം ചുറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആലുവയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിന് പോകാം. എറണാകുളം സൗത്ത് അല്ലെങ്കിൽ എറണാകുളം നോർത്ത് ആണെന്നുണ്ടെങ്കിൽ മെട്രോയിൽ പോകാം. മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് തന്നെ ഉണ്ട്. ഇനി നിങ്ങൾ എറണാകുളം എങ്ങനെ പോയി കഴിഞ്ഞാലും, ബസ്സിന് പോയി കഴിഞ്ഞാലും മെട്രോയിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് സെയിം ആയിരിക്കും. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മോർ ദാൻ 500 എന്തായാലും ഉണ്ടാവും. 800 മീറ്റേഴ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു
ത്രഷോൾഡ് എടുക്കുക. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് ഉള്ളിലോട്ട് നടക്കണം. അതിൻ്റെ 2 സൈഡിലും ഷോപ്സ്, പിന്നെ കൂൾ ബാർസ്, കഫേസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഒരു ലിറ്ററലി ഒരു സ്റ്റുഡൻറ്റിന് പുറത്തേക്ക് ഇറങ്ങേണ്ട രീതിയിൽ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് കുറേ ഹോട്ടൽസ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഇല്ല, ഹോട്ടൽസ് ഒരെണ്ണമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്, പിന്നെ ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ജിമ്മ്, പിന്നെന്താ ഒരു മിനി മാർക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കുറേ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഞാനൊന്നും മിസ് ഔട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ബാങ്ക്, മെയിൻ തിങ് ബാങ്ക്. എല്ലാ ബാങ്കും ഉണ്ട്. ഫെഡറൽ ബാങ്ക്, കനറ ബാങ്ക്, അങ്ങനത്തെ ബാങ്ക്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പ്രിൻറ്റിങ് കാര്യമായിട്ടുണ്ട്. ഞാനൊന്നും മിസ് ഔട്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഏകദേശം എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ ഹോസ്പിറ്റൽ, അങ്ങനത്തെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുസാറ്റിൽ അടുത്തെന്ന് പറയുന്നത് കിൻഡർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. അത് പ്രൈവറ്റ് ആണ്. അപ്പോൾ യൂഷ്വലി അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബില്ലാണ്. ഭയങ്കര ബില്ലെന്ന് പറഞ്ഞാൽ പനിക്ക് പോയി കഴിഞ്ഞാൽ പോലും 2000 രൂപയെന്നാൽ പൊതുവെ പിള്ളേർ പറയാറ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാറ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അടുത്തുള്ളതുകൊണ്ട് ഞങ്ങൾ ഊബറിന് പോയിട്ട് അതാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അത് പിന്നെ നമുക്ക് കുസാറ്റിൽ തന്നെ ഒരു മെഡിക്കൽ സെൻറ്റർ ഉണ്ട്. അത് ഫ്രീ ആണ്, ടോട്ടലി സ്റ്റുഡൻസ്, കുട്ടികൾക്ക് വേണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കുസാറ്റ് മെഡിക്കൽ സെൻറ്റർ. ടൈമിംഗ് ഉണ്ട് കേട്ടോ അതിന്. ഇന്ന സമയം തൊട്ട് ഇന്ന സമയം ഡോക്ടർ ഉണ്ട്. നമുക്ക് മെഡിസിൻസ് അവിടെ നിന്ന് കിട്ടൂല, മെഡിസിൻസ് നമ്മൾ പുറത്ത് പോയി. അതുപോലെ മെഡിക്കൽ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാ സമയം. പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മെട്രോൻ്റെ താഴെ തന്നെ നമുക്കൊരു മെഡിക്കൽ സ്റ്റോറും പിന്നെ ഒരുവിധം ലാബും അങ്ങനത്തെ കാര്യങ്ങളും, അതായത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ലാബും എക്സ്റേ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ സെറ്റപ്പ് അവിടെയുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് അകത്തോട്ട് വന്നിട്ടാണ് നമ്മുടെ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, ക്യാമ്പസ് പുറത്തുനിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക, കുട്ടികൾ, ഇവിടെയൊക്കെ കുട്ടികളെ നമുക്ക് കാണാം കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ അതുപോലെ സ്റ്റേഷനറി ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ബക്കറ്റ്, എന്തൊക്കെ നമുക്ക് വേണോ അതൊക്കെ അവിടെ കിട്ടും. എല്ലാ സാധനവും ഉണ്ട് അവിടെ. അപ്പോൾ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയും സാധനങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്, ക്യാമ്പസിലുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹോസ്റ്റൽ എങ്ങനെ കിട്ടും, ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ്സ്, അങ്ങനെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ്, അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുസാറ്റിൽ അഡ്മിഷൻ ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് 2 days കൊണ്ട് ഒരു പ്രൊഫഷണൽ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് kusaat.hostels എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പം ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ ചെയ്യണം. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ട് കുറേ ഹോസ്റ്റൽസ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒരു എത്ര എണ്ണം ഞാൻ പറഞ്ഞത്. ഗേൾസിനുള്ള ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ അതുല്യ, ഐശ്വര്യ, അനശ്വര, അനന്യ, അനഘ, അളകനന്ദ, 6 ഹോസ്റ്റൽസ് ആണുള്ളത് ഗേൾസിന്. ബോയ്സിന് ഉള്ളത് സഹൃദയ, സനാതന, സഹാര, സൈബീരിയ, സരോവർ. ഓക്കെ, സരോവർ കഴിഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇത്രയാണ്. പിന്നെ ഇൻ്റർനാഷണൽ ഹോസ്റ്റലും ഉണ്ട് നമുക്ക് ക്യാമ്പസിൽ തന്നെ. അപ്പോൾ ഇത്രയാണ് ഹോസ്റ്റൽസ് ഒക്കെ ഉള്ളത്. നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പേരും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാക്കണം. എന്നിട്ട് നമ്മൾ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫീസ് അടക്കുക. ഫസ്റ്റ് ഞാൻ പ്രോസസ്സ് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫീസ് അടക്കാം. അപ്പോൾ എത്രയാണ്, പിന്നെ അതുപോലെ വരുന്നൊരു ക്വയറിയാണ് എത്രയാണ് കുസാറ്റിൽ ഫീസ് എന്ന് പറയുന്നത്, ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിടെക് കോഴ്സസിനല്ല, നമ്മുടെ അതായത് മെയിൻ ക്യാമ്പസിലുള്ള കോഴ്സസ്, ബിടെക് അല്ലാത്ത കോഴ്സുകൾ, അതിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്
320 റുപ്പീസ്, അതായത് ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് 320 റുപ്പീസാണ് പെർ മന്ത്. റൂം റെൻറ്റ് പിന്നെ 320 റെൻറ്റ്, അങ്ങനെയാണ് നമുക്ക് ഫീസ് അടക്കുക. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ലിങ്ക് ഉണ്ടാവും. അതൊക്കെ കൊണ്ട് നമ്മൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലേ ഇത് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. നമ്മൾ കൺഫേം അലോട്ട്മെൻറ്റ് കൊടുക്കും, നമ്മുടെ പ്രൊഫൈലിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും കൺഫേം അലോട്ട്മെൻറ്റ് എന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും പിന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ കൊണ്ടുപോയി ഹോസ്റ്റൽ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്റ്റൽ കാർഡ് കിട്ടും. ആ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം ആ ഹോസ്റ്റൽ കാർഡ് എവിടെ, ഏതാണ്, എന്താണെന്നൊക്കെ ചോദിക്കാം. ആ കാർഡ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. യൂഷ്വലി പറയാറ് വീട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ്. പക്ഷെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫോണിൽ പിക്സ് കീപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ മിസ്സായി പോയി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി കുസാറ്റിൻ്റെ ഞാനിപ്പോൾ മിസ്സായി പോയി കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ എനിക്ക് ലൈബ്രറി കാർഡിൻ്റെ ഓർമ്മ വന്നത്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യേണ്ടത്, ലൈബ്രറീൻ്റെ എന്തൊക്കെയാണ് സംഭവങ്ങൾ, ലൈബ്രറി എവിടെയാണ്, ലൈബ്രറീൻ്റെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ മാക്സിമം ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ കാർഡ് അതൊക്കെയാണ് നമുക്ക് കിട്ടുക. ഹോസ്റ്റൽ ഡീറ്റെയിൽസ് പിന്നെ ഹോസ്റ്റലിൽ എങ്ങനെയാണ് കിട്ടുക, ആർക്കൊക്കെയാണ് പ്രിഫറൻസ് എന്നൊക്കെ ഉണ്ട്. നമ്മുടെ SC ST OEC ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 25 കിലോമീറ്ററിലേറെ, അത് പുതിയ റൂള് വന്നതാണ്, 25 കിലോമീറ്ററിലേറെ. കഴിഞ്ഞ വർഷം തന്നെ ഈ റൂളിലായിരുന്നു കേട്ടോ, എല്ലാവർക്കും കിട്ടുമായിരുന്നു. അതായത് SC ST OEC ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഹോസ്റ്റൽ കൊടുക്കുമായിരുന്നു. ഈ വർഷം തൊട്ട് പുതിയ റൂളാണ്. 25 കിലോമീറ്റേഴ്സിലേറെയാണ് അവരുടെ ഡിസ്റ്റൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്തായാലും ഹോസ്റ്റൽ കൊടുക്കും. 25 കിലോമീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ കിട്ടില്ല. പിന്നെ അവർക്ക് ആദ്യം അവർക്ക് കൊടുക്കും. ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കാണ്. അത് കഴിഞ്ഞുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുതലുള്ള ആളുകൾക്കാണ്. അപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണ് അതൊക്കെ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലക്ഷദ്വീപ് എന്ന ഒരു കുട്ടിയുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രയോറിറ്റി എൻ്റെ ഫ്രണ്ടിന്, തേർഡ് പ്രയോറിറ്റി എനിക്ക്. ഞങ്ങൾക്ക് 3 പേർക്കാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹോസ്റ്റൽ കിട്ടിയിട്ടുള്ളത്. അതായത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാര്യം പറയുന്നത്, നമ്മുടെ ഇയറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അല്ലാതെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കിട്ടിയിട്ടുള്ളത്. ഇനി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഒരാളെ കയറ്റാൻ പറ്റും. ഒരാളെയോ രണ്ടാളെയോ, അത് ഓരോ ഹോസ്റ്റൽസിന് ഡിഫറെൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ അവിടുത്തെ മേട്രനോടും ഒക്കെ വിളിച്ച് അന്വേഷിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. ഗസ്റ്റായിട്ട് കയറ്റാൻ പറ്റും. ഗസ്റ്റായി കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ കൊടുക്കുന്നതിലേറെ കുറച്ചും കൂടെ ഫീസ് കൂടുതലായിരിക്കും. യൂഷ്വലി അത് ഓരോ ഇൻമേറ്റ്സിനനുസരിച്ചാണ്. നല്ല ഇൻമേറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ അവർ ബെഡ് അടുപ്പിച്ചിട്ട് ആളെ കിടത്തും. നല്ല ഇൻമേറ്റ്സ് മോശം ഇൻമേറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ അവർ നിലത്ത് തറയിൽ ഒരു ബെഡ് വെച്ചിട്ടാണ് അവർ കിടക്കുക. അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ഗസ്റ്റായിട്ട്, അതായത് അവർക്കൊരു പ്രത്യേക അധികാരമല്ല. നമ്മൾ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, ഇൻമേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറങ്ങിപ്പോകണം. അതായത് നമ്മൾ സൈൻ ചെയ്താലൊക്കെയാണ് അവർ കയറ്റുക. അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, സെയിം തിങ്. അലോട്ട്മെൻറ്റ് വരണ്ട, അവർ ഗസ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് kusaat.hostels.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തതിന് ശേഷം 3 ഫോട്ടോ, പിന്നെ ഈ റെസീറ്റ്, അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ 400 രൂപ വെച്ചാണ് അവർക്ക് ഫീസ്. അതിൻ്റെ റെസീറ്റൊക്കെ വെച്ചിട്ട് മെട്രോൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗസ്റ്റ് ഫോമിനകത്ത് ഏത് റൂമിലേക്കാണ് ആ കുട്ടി കയറുന്നത്, ആ റൂമിലേക്കുള്ളവർക്ക് ഇത് വേണം. എല്ലാ ഇൻമേറ്റ്സിൻ്റെയും സിഗ്നേച്ചർ വേണം. അതായത് ആ ഇൻമേറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ആ റൂമിൽ ഗസ്റ്റിനെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഫസ്റ്റ് ഇയറിൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഡോർമെട്രി ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, ഉണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. നല്ല വീഡിയോ ഒന്നുമില്ല, ഒക്കെ അലമ്പായിട്ടുള്ള വീഡിയോസാണ്, അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. എന്തായാലും അതിനകത്തൊരു 16 ബെഡ്സ് ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ. ഒരു ഡോർമെട്രി ആയിരുന്നു. നമുക്ക് അല്ലാതെ ടേബിൾസ് ഉണ്ട്, അങ്ങനെയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന് ഗേൾസിനുള്ള ഹോസ്റ്റലാണ് ഐശ്വര്യ. സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ഹോസ്റ്റൽ വേറെ ആയിരിക്കും. എല്ലാ വർഷവും നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ്, എല്ലാ വർഷവും ഈ ഒരു പ്രൊസീജിയർ ഉണ്ടാകുന്നതാണ്. പിന്നെ ബോയ്സിൻ്റെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് സഹൃദയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഞാൻ പോയ സംഭവങ്ങളൊക്കെ ഇടാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണും. ഓക്കെ, ബൈ. അപ്പോൾ അത്രയാണ് നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ.
ഹലോ! അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ആരും എത്തിയിട്ടില്ല ട്ടോ. രാവിലെ 7 6:45 ആയതേ ഉള്ളൂ. ഇതുവരെ ആരും എത്തിയിട്ടില്ല. നമ്മളിന്ന് പോകുന്നത് കുസാറ്റിലോട്ടാണ്. നമ്മൾ കുസാറ്റിലേക്ക് എങ്ങനെ പോകുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഇത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് ഇവിടുന്ന് രാവിലെ നിലമ്പൂർ ഷൊർണൂർ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. 7:10-നാണ് ട്രെയിന്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആദ്യം ഇവിടുന്ന് ഷൊർണൂർ പോയി ഇറങ്ങും. ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വരും. അതിലോട്ട് വേഗം ഓടിച്ചാടി കയറണം. പിന്നെ ഓക്കെ, അത്രയേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ട്രെയിൻ കയറിയ സീൻസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഷൊർണൂർ എത്തി എന്ന് തന്നെ പറയാം. വീഡിയോസൊക്കെ പോർട്രേറ്റ് മോഡിലാണ് എടുത്തത്. ഒരു തെറ്റ് പറ്റിപ്പോയതാണ്, സോറി. ഇപ്പം നമ്മൾ എത്താൻ നിൽക്കുകയാണ്. ആൻഡ് ഓൾമോസ്റ്റ് നല്ല മൂടിയ കാലാവസ്ഥയാണ്. മഴയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സാധ്യത ഉണ്ടെന്നുള്ള ഒരു വൈബിലാണ് നിൽക്കുന്നത്. ആൻഡ് ഷൊർണൂർ എത്തി. നമുക്കിനി കുറച്ച് സമയമുള്ളൂ. ഷൊർണൂരിൽ നിന്ന് വേഗം ഓടി അടുത്ത ട്രെയിനിൽ കയറണം. കണ്ണൂർ എക്സിക്യൂട്ടീവ് ഏകദേശം 8:35 ആയപ്പോഴാണ് എത്തിയത്. ആൻഡ് 8:45-ന് മറ്റേ ട്രെയിൻ എടുക്കുകയും ചെയ്യും. നമ്മൾ ഓടിക്കയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ആയതുകൊണ്ട് സീറ്റും കിട്ടില്ല. അപ്പം ഞാൻ ജനറലിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് തന്നെ പറയാം. കാരണം ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വരവാണ്. അപ്പം ജനറൽ ടിക്കറ്റ്സേ കിട്ടുകയുള്ളൂ. മറ്റേത് നേരത്തെ ബുക്ക് ചെയ്യുന്ന ശീലമൊന്നുമില്ല. നമ്മൾ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിലെത്തി. ഇതിൻ്റെ ഇടയിലുള്ള നമ്മുടെ കോളേജിൽ നമ്മൾ ബസ്സിനൊക്കെ വന്നത്, അത് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിൽ റൂം സെലക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ആൻഡ് ഞങ്ങളിപ്പോൾ ഭയങ്കര അമേസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. ശരിക്കും ഒരു കോളേജ് ഹോസ്റ്റൽ വൈബാണ്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഹോസ്റ്റൽ ഇതുപോലെ അല്ലായിരുന്നു, ഇത്ര വൈബ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഭയങ്കര വൈബ് തോന്നി. നമ്മൾ ഫസ്റ്റായിട്ട് ഒരു റൂം നോക്കാൻ പോവുകയാണ്. റൂം നോക്കി എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ഈ ഒരു 3 ഇൻമേറ്റ്സിൻ്റെ റൂമാണ്. അതായത് 3 ഇൻമേറ്റ്സ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇൻമേറ്റ്സും ഗസ്റ്റും എന്നുള്ളത്. 3 ഇൻമേറ്റ്സിനായിട്ടുള്ള റൂമാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. 113 ആണിത്. നമ്മളിതാണ് ചൂസ് ചെയ്ത റൂം. അപ്പം നമ്മൾ റൂം തുറക്കുന്നു. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേര് അവിടെ ഇരിക്കുന്നുണ്ട്, ഗായത്രിയും ദേവിക. ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുകയാണ്, പക്ഷേ പ്ലാൻഡ് ആണ് കേട്ടോ. പിന്നെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആൻഡ് ലിറ്ററലി എനിക്ക് ആ ഒരു വാൾ ഡ്രോയിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ സീനിയേഴ്സൊക്കെ ചെയ്ത് വെച്ചതാണ്. ആൻഡ് ഈ കൈ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കൈ കൂടെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ക്ലീൻ ചെയ്യാനുണ്ട്, നല്ല പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അവർ ഭയങ്കര അൺഎക്സ്പെക്റ്റഡായി എന്തോ നോക്കുന്ന പോലെ അഭിനയിക്കുകയാണ്, മൈൻഡ് ആക്കണ്ട. പിന്നെ ഇതൊക്കെ കബഡ്സാണ്, നമ്മുടെ ബുക്സും ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാനും ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള ഹുക്സ് ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു പൊട്ടിയ മിററും ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ ആ ഒരു വൈബ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ സീലിംഗ് ആണ്, സീലിംഗ് അല്ല, സോറി, ടോപ്പാണ്, ടെറസ് നല്ല വൈബുണ്ട്, നല്ല അടിപൊളി വൈബാണ്. എനിക്കെല്ലാം ഇഷ്ടമായി. നല്ല എന്താ പറയുക, സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്തു. നമ്മളവിടുന്ന് വ്യൂ ഒക്കെ നോക്കുമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കുറേ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു വീട്ടിലേക്കാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാത്റൂമാണ്, അലക്കാനുള്ള സ്ഥലം. ഇത് ബാത്റൂം ആണ്, കറക്റ്റ് ബാത്റൂമാണ്. ടോയ്ലറ്റ് എല്ലാം അറ്റാച്ച്ഡ് അല്ല കേട്ടോ നമ്മളത്. പിന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്നതും ബാത്റൂംസ് തന്നെയാണ്. അല്ല, അത് ടോയ്ലറ്റ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ബാത്റൂംസ് ഉണ്ട്. ഇത് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു വലിയ മിററുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഹോസ്റ്റൽ. പക്ഷേ അവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് വരാൻ കഴിയുള്ളൂ. നമുക്ക് നല്ല മിറർ സെൽഫീസൊക്കെ എടുക്കാം. ആൻഡ് രാവിലെ വരുമ്പോൾ എങ്ങനെയുണ്ട് കാണാനെന്നൊക്കെ അറിയാൻ പറ്റും. ഇനിയും കയറണം. ആ ഒരു കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ടാറ്റ ബൈ ബൈ തിരിച്ചു പോവുകയാണ്. നമ്മൾ ട്രെയിൻ 5:15-നാണ്. നമ്മൾ 5:15 നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. സൗത്ത് നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ 5:15-നാണ്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.